ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെജിന്റെയും നോൺ വെജിന്റെയും ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ റെസിപ്പിയുമായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. ബീഫ് വിത്ത് വെജിറ്റബിൾസ് ആണ് ഇന്നത്തെ നമ്മുടെ ഡിഷ്. ഇതാകുമ്പം നമ്മുടെ കുഞ്ഞുങ്ങള് വെജിറ്റബിൾസും കൂടെ യാതൊരു മടിയുമില്ലാതെ കഴിക്കും. ഈ കറിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ബീഫാണ്. ഇത് 1/2 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അടുത്ത് വേണ്ടത് 2 സവോള, ഇത് നീളത്തിൽ അരിഞ്ഞു വെക്കണം. 20 ചെറിയ ഉള്ളി, അത് ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ആണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട്, തീരെ ചെറുതല്ല, ഇടത്തരം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അടുത്ത് വേണ്ടത് 8 ബീൻസ് ആണ്. അതും ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് വെക്കണം. അടുത്ത് വേണ്ടത് ഒരു വലിയ ടൊമാറ്റോ, ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഒരു 5 പച്ചമുളക് വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറി ലീവ്സ്, വഴറ്റാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് നോക്കേണ്ടത് പൊടികളാണ്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇത്രയുമാണ് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ബീഫ് വേവിക്കണം. അതിനുവേണ്ടി കുക്കറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നില്ലേ ചെറിയ ഉള്ളി, അതും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ടൊമാറ്റോ ഇടാം. അതിൽ കൂടെ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ട് വിരകാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കണം. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ അടുപ്പിൽ വെച്ച് ഒരു 6 വിസിൽ കേൾപ്പിക്കാം. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബീഫ് അനുസരിച്ച് വേണം വിസിൽ തീരുമാനിക്കേണ്ടത്. നമുക്ക് ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിന്റെ ഗ്രേവി റെഡിയാക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ വയ്ക്കാം. എന്നിട്ട് അത് ചൂടാകുമ്പം അതിലേക്ക് ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ബീഫിന്റെ കറിക്ക് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. എണ്ണ ചൂടായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇടാം. കുറച്ച് ഉപ്പും, ഓർമ്മിക്കുക നമ്മൾ നേരത്തെ ബീഫിന് ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഇവിടെ ഏതാണ്ട് 1/4 സ്പൂണോളം ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയെ ഒരു ഇളം ബ്രൗണിഷ് കളർ ആകുന്നത് വരെ വഴറ്റാം. ഉള്ളി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതിന് ആദ്യം 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ടൊമാറ്റോ അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. കാരണം ആ സമയം കൊണ്ട് ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. ഈ സമയം നമ്മുടെ ബീഫ് ആയി കഴിഞ്ഞു. നമുക്കിതിനെ മാറ്റി വയ്ക്കാം. നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് സവോളയുമായി മിക്സ് ആയി കഴിഞ്ഞു. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും കൂടെ ഇടാം. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്കിനി ബീഫ് സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഈ ബീഫ് സ്റ്റോക്കിൽ കിടന്നാണ് വെജിറ്റബിൾസ് വേകേണ്ടത്. അങ്ങനെ വേകുന്നത് കൊണ്ട് ഈ വെജിറ്റബിൾസിനും ബീഫിന്റെ ആ ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിതിനെ കുറച്ച് നേരത്തേക്ക് അടച്ച് വേവിക്കാം. ഒരു 1/4 വേഗമാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏതാണ്ട് 1/4 വേഗമായി. ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നില്ലേ ബീഫ്, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇപ്പം ആ ബീൻസിന്റെയും ക്യാരറ്റിന്റെയും ബീഫിന്റെയും എല്ലാത്തിന്റെയും കൂടെ ആ ഗ്രേവിക്ക് ഒരു പ്രത്യേക സ്വാദാണ്.
ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് കൂടെ വേവിക്കാം. ഏതാണ്ട് 5 മിനിറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ബീഫും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റ് ആണ്. നമ്മുടെ കറി ആയി കഴിഞ്ഞു. ഇതിന് ഗ്യാസ് ഓഫ് ആക്കുന്നതിന് മുന്നേ നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഡിഷാണ്. വെജിറ്റബിൾസിൻ്റെയും ബീഫിൻ്റെയും കൂടെ ഒരു പ്രത്യേക സ്വാദ്, അതിനൊരു പ്രത്യേക മണം തന്നെയുണ്ട്. ഇതൊരു നല്ല ഗ്രേവിയായ ഡിഷാണ്. അതുകൊണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നാലും പുട്ടിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഏതിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്കിടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.